ഇന്ത്യ ആകെ ആകാംക്ഷയോടുകൂടെ നോക്കിയിരുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായിരിക്കുകയാണ്. അതിനെ തുടർന്ന് എക്സിറ്റ് പോൾ റിസൾട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു. 6 മണി വരെ വോട്ടിംഗ് ഉണ്ടായിരുന്നു. 6 മണിക്ക് ശേഷം നിയമം അനുസരിച്ച് പ്രസിദ്ധീകരിക്കാൻ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് എക്സിറ്റ് പോളുകൾ വിവിധ ഏജൻസികൾ, സ്വകാര്യ ഏജൻസികൾ പതിവ് പോലെ അവരുടേതായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട്, അവരുടേതായിട്ടുള്ള മറ്റ് ചില മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തിയതായിട്ടുള്ള ഒരു പ്രവചനമാണ് എക്സിറ്റ് പോൾ റിസൾട്ടായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ, എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ NDA മുന്നണി വീണ്ടും ബീഹാറിൽ അധികാരത്തിൽ ഇപ്പോഴും വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനകളാണ് എല്ലാ ചാനലുകളും ഈ എക്സിറ്റ് പോൾ റിസൾട്ടായി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള ടൈംസ് നൗ പോലെയുള്ള ചാനലുകളും അതിനോട് ബന്ധപ്പെടുത്തി നടത്തിയതായിട്ടുള്ള മറ്റ് ഇന്ത്യ ന്യൂസ്, അതുപോലെ മറ്റ് വിവിധങ്ങളായിട്ടുള്ള പതിവ് പോലെ ചെയ്യുന്നതായിട്ടുള്ള ഏജൻസികളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു, ഏതാണ്ട് 150 സീറ്റുകൾക്ക് മുകളിൽ നേടി NDA മുന്നണി, BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണി വീണ്ടും അധികാരത്തിൽ വരും എന്ന്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നതായ ഇന്ത്യ മുന്നണി താരതമ്യേന വളരെ മോശമായ രീതിയിൽ തന്നെയുള്ള പ്രകടനം കാഴ്ചവെക്കേണ്ടതായ ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളൊക്കെ വളരെ നിരവധിയാണ്. അത് വളരെ വിശദമായി തെരഞ്ഞെടുപ്പ് ഫലം 2 ദിവസം കഴിയുമ്പോൾ പൂർണ്ണമായി പുറത്തു വന്നതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ബീഹാറിൽ ഉപയോഗിക്കുകയും വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ പ്രവഹിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ വരുതിയിലാക്കുന്നതിനും BJPക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്കറിയാം, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് ബീഹാർ മുഴുവൻ കാടിടക്കിയാണ് പ്രചരണം നടത്തിയത്. കേന്ദ്രമന്ത്രിസഭയിലെ 2ാം സ്ഥാനക്കാരനായ ശ്രീ അമിത്ഷായും അവിടെ നിരവധി പ്രാവശ്യം സന്ദർശിച്ച് വലിയ വലിയ യോഗങ്ങൾ സംഘടിപ്പിച്ചാണ് അവിടെ പ്രചരണത്തിന്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടത്. അവിടെയെല്ലാം ഈ പ്രധാനമന്ത്രിയും മറ്റ് കേന്ദ്രമന്ത്രിമാരും എല്ലാം അവർ ബീഹാറിലെ ജനങ്ങൾക്ക് നൽകാൻ പോകുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും വളരെ വളരെ വിശദമായി പ്രതിപാദിച്ച് അവരെ വശീകരിക്കാൻ ശ്രമിച്ചു. അത് വിജയത്തിലേക്ക് അവരെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അധികപ്പറ്റാവുകയും. ബീഹാറിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ പരിതസ്ഥിതി എന്ന് പറയുന്നത്, അവിടെ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരും മറ്റ് പിന്നോക്ക സമുദായക്കാരും വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന താരതമ്യേന ഒരു അവികസിത സംസ്ഥാനമാണ് ബീഹാർ. അവിടുത്തെ രണ്ടാമത്തെ ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് അവിടുത്തെ സ്ത്രീകളാണ്. അവിടുത്തെ വനിതകൾ എപ്പോഴും ആനുകൂല്യങ്ങളുടെ പിന്നാലെ അവർ മനസ്സുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു പ്രകൃതമുള്ളവരാണ്. അവിടെയാണ് ഇപ്പോൾ വളരെ സമൃദ്ധമായിട്ടുള്ള ചില വാഗ്ദാനങ്ങൾ, പ്രതിമാസം ഓരോ സ്ത്രീക്കും കൊടുക്കാൻ പോകുന്ന സാമ്പത്തിക സഹായം, അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയിൽ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിലൊക്കെ 10,000 കോടി രൂപയുടെ പദ്ധതികളാണ് അവിടെ പ്രഖ്യാപനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിലൊക്കെ വശംവദരാവുക എന്ന് പറയുന്നത് കേവലം സ്വാഭാവികമാണ്. 20 വർഷമായി അവിടെ NDA ആണ് അധികാരത്തിലിരിക്കുന്നത്. പ്രത്യേകിച്ച് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അവിടെ വർഷങ്ങളായി തുടർഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനതാദൾ യുടെ പേരിലാണ് നിതീഷ് കുമാർ അവിടെ ഭരണം നടത്തുന്നതെങ്കിൽ പോലും അദ്ദേഹം പൂർണ്ണമായി BJPയുടെ നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ചാഞ്ചാട്ടത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അവസരവാദപരമായ നിലപാടെടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് സാമർഥ്യമുള്ള ആളാണെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുമുണ്ട്. എന്നാൽ അതെല്ലാം അദ്ദേഹത്തിന് ഗുണകരമായി ഭവിക്കുന്നുണ്ട്. ഇപ്പോഴും അത് ഭവിച്ചു എന്നതിൻ്റെ സൂചനകളാണ് കിട്ടുന്നത്. നിതീഷ് കുമാർ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിലും തർക്കമില്ല. ഒരു പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും ക്രമീകരണങ്ങൾക്ക് വേണ്ടി BJP ശ്രമിച്ചാലും
അധികപ്പറ്റാവുകയില്ല. 5 വർഷം എന്നുള്ളത് 2.5 വർഷം വീതം BJPക്കും ജനതാദൾ യുവുമായി പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം BJP നേടിയെടുക്കുക, നിർണായകമായ വകുപ്പുകൾ നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ വിശദമായി ചർച്ച ചെയ്യും. എന്തായാലും നിതീഷ് കുമാറിന്റെ ഒരു അപ്രമാദിത്വം തള്ളിക്കളയാനാവില്ല. അതിശക്തമായ പോരാട്ടം RJDയുടെ നേതൃത്വത്തിൽ, തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെയും കൂടെ നേതൃത്വത്തിൽ നടത്തിയെങ്കിൽ പോലും അവർക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ സ്ത്രീകളും അവിടുത്തെ ഗ്രാമവാസികളും ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതായിട്ടുള്ള വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ പോയി വോട്ട് ചെയ്തു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനകൾ കാണിക്കുന്നത്. അതൊരു പക്ഷേ ബീഹാറിന്റെ വികസനത്തിന് സഹായിച്ചു എന്ന് വന്നേക്കാം. അതിലാണ് അവിടെ കാണേണ്ടത്. എപ്പോഴും ശ്രീ അമിത്ഷായും ശ്രീ നരേന്ദ്രമോദിയും പറയുന്നത് ഡബിൾ എഞ്ചിൻ ഭരണമാണ് സംസ്ഥാനങ്ങൾക്ക് നല്ലത്. അതായത് കേന്ദ്രത്തിൽ ആര് ഭരിക്കുന്നുവോ അതേ കക്ഷി തന്നെ സംസ്ഥാനങ്ങളും ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിന്റെ വികസനം കുറെ കൂടെ സുഗമമായി നടക്കും എന്ന് പറയുന്ന ഒരു സാധാരണ സമവാക്യമാണ് അവർ ഉപയോഗിക്കുന്നത്. അത് ബീഹാറിൽ വിജയം കണ്ടെത്തുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി വീണ്ടും ബീഹാറിൽ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്.